പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാനസിയുടെയും കൃഷിന്റെയും വിവാഹം അടുത്തു തന്നെ നടക്കും എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു മാനസികമായി പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു. താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന ഇതേ തുടർന്ന് കൺമണി തിരിച്ചറിയുകയും ചെയ്യുന്നു. തൻ്റെ പ്രണയം സഫലീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആ പ്രണയം മറന്നു കളയാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അവൾ. ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കൺമണിയെ കാണുന്നതിനായി കൃഷ് വന്നിരിക്കുകയാണ്. കൃഷിന്റെ വരവ് കൺമണി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതേ തുടർന്ന് കൃഷ് സാർ, ഞാൻ നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ച് അറിഞ്ഞുവെന്നും വളരെയധികം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ് കൺമണിക്ക് മറ്റൊന്നും എന്നോട് പറയാനില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൺമണി, ഞാൻ എന്താണ് കൃഷ് സാറിനോട് പറയേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. ഇത് കേൾക്കുന്ന കൃഷ്, കൺമണി എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പരിചരിച്ചതും എൻ്റെ കാര്യങ്ങൾ നോക്കിയതുമെല്ലാം എനിക്ക് വളരെയധികം സന്തോഷം നൽകിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൺമണി എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ തീരുമാനം തെറ്റായിരുന്നോ? ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് സത്യം തന്നെയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അവൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും? ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുകയാണ് കൺമണി. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുൻപിൽ അവശേഷിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒരു ഉത്തരം ലഭിക്കാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. പ്രശ്നം വഷളാവുകയാണല്ലോ എന്ന് കൺമണി തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതോടെ കൃഷ് കൺമണിയെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ്. നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാനസ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക തന്നെ ചെയ്യും എന്നതാണ് സത്യം. നീ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ നീ നിന്റെ തീരുമാനം മാറ്റുന്നുണ്ടോ എന്ന് എന്നോട് പറയുകയും വേണം. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് സാർ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെയും വിവാഹം അവിടെ എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. വരുണാണ് എങ്കിൽ പരിക്കൊക്കെ മാറി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. മാനസ മേഡവും വളരെ നല്ല സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.